എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. അപ്പൊ ചേച്ചിയുടെ ഡ്രസ് സെൻസ് പറയാതിരിക്കാൻ വയ്യ. കാലിൽ ഒരു ഭംഗിയുള്ള ഒരു ആങ്ക്ലെറ്റും കൂടെ ഉണ്ട്. അതിപ്പോ നമുക്കിങ്ങനെ ക്ലോസ് ഷോട്ട് ആയത് കാരണം കാണാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി എങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ചൂസ് ചെയ്യുന്നൊക്കെ ചേച്ചി തന്നെയാണോ? അതായത് ആദ്യം നമ്മള് കാലിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ. എന്റെ കാലിൽ കിടക്കുന്ന ആ ഒരു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതൊരു ദൈവികമായിട്ടുള്ള ഒരു സാധനം. ഞാൻ ചെന്നൈയിൽ എൻ്റെ ജീവിതം തുടങ്ങുന്നത് 87-ലാണ്. അവിടെ കാപ്പ് എന്നതിന് പറയും. കാപ്പ് ഇവിടുത്തെ കാപ്പല്ല, ഇവിടുത്തെ കാപ്പ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ കാപ്പ് മറ്റേ തള പോലെ, അത് തളയാണ് ശരിക്ക്. ഇത് കാപ്പാണ്. ഈ കാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാദസരത്തിന്റെ കുറച്ച് മുകളിലായിട്ട് ആ കണങ്കാല അങ്ങനെ കിടക്കും. അതാണത്. ഇത് ഏകദേശം 40 വർഷത്തോളായിട്ട് ഇടുന്നത്. അതിന്റെ അടിയിലൊക്കെ കണ്ടത് എനിക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ കെട്ടിവെക്കുന്നതാ. പിന്നെ ചോദിച്ചത് ഡ്രസ്സ്. ഏകദേശം ഒരു 10-18 വർഷമായിട്ട് റെഡിലോട്ട് മെല്ലെ മെല്ലെ മാറിയത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. തെയ്യത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. മുത്തപ്പൻ, തെയ്യം എല്ലാം. എന്റെ പൊന്നിയത്ത് തറവാട് കണ്ണൂര് പൊന്നിയത്തെ വീട്ടിലെ ഒരു ചേകവത്തി തന്നെയാണ് ഞാൻ. 10-20 വർഷമായിട്ട് എപ്പോഴും സ്വപ്നങ്ങളിലെ അമ്മയുടെ ആ ചുവന്ന വസ്ത്രം നമ്മളെങ്ങനെ ഒരു ലഹരി പോലെ കൊണ്ട് നടക്കും. അതൊരു ഇഷ്ടം. ആ ഒരു ഡ്രസ്സ് നമ്മളിലൂടെ ഇങ്ങനെ രാത്രി സ്വപ്നത്തിലായാലും അല്ലാത്തപ്പോഴും നമ്മളൊരു തെയ്യം, കുഞ്ഞിലെ മുതൽ ഞാൻ തെയ്യം കാണാൻ പോകുന്നത്. ചെണ്ടപ്പുറത്ത് കോലിട്ടാൽ ആ ശബ്ദം കേട്ട എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടും. അത് കണ്ണൂർ കനകത്തൂർ കാവിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ളത്. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീടും. പിന്നെ ഉള്ളത് എൻ്റെ ചാലിൽ കാവ്, കണ്ണൂർ പയ്യാമ്പലത്ത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലഹരിയാണ് തെയ്യം. ശരിക്കും അത് ക്ഷേത്രത്തിലെ ഭഗവതി വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ ജീവനഷ്ട ഇതില് ആഭരണങ്ങൾ അണിഞ്ഞു വരുന്നതാണ്. അത് നമ്മുടെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ അങ്ങ് ഒലച്ച ഒരു സംഭവം. ഇത് പിന്നീട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി അങ്ങനെ ആകാൻ ഒരിക്കലും പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കൃഷ്ണനായി തീരണമേന്നാണ്. കൃഷ്ണനാട്ടം കാണണം. അപ്പൊ അമ്മ പറയണ്ട, ആട്ടം കണ്ടാൽ പോരാ, നീ കൃഷ്ണനായി തീരണം. അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും അവർ കുമ്പിടുന്ന ദൈവത്തിന്റെ ഒരു പ്രതിച്ഛായ വരണം എന്ന് ചിന്തിക്കുന്നവരാണ്. ആ ചിന്തയെന്ന് അങ്ങനെ എന്റെ ഡ്രസ്സില് എന്റെ ഇതിലൊക്കെ സ്പിരിച്വലായിട്ട് മെല്ലെ മെല്ലെ കയറി വന്ന് ഇപ്പൊ ആ ഒരു എന്റെ കുലദൈവം ഭഗവതിയാണ്. ആ ഭഗവതിയുടെ ആ ഒരു റെഡ് കളറ് പിന്നീട് ഒരു പ്രിയപ്പെട്ട കളറായി മാറി. എവിടെ പോകുമ്പോഴും റെഡേ ഇടുള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സുകൾ പല കളറിലുണ്ട്. എന്നാലും ആദ്യം എടുക്കുന്നത് റെഡായിരിക്കും. അതാണ് അതിന്റെ. ഓക്കെ. ചേച്ചി ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഈ ആത്മ എന്ന് പറഞ്ഞൊരു സംഘടന, അതായത് അമ്മ അസോസിയേഷൻ ഉണ്ട് ഓൾറെഡി. അപ്പം ആത്മ എന്ന് പറഞ്ഞൊരു സംഘടന തുടങ്ങിയതിന്റെ പിന്നിലുള്ള ആ ഒരു നിങ്ങളുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന തുടങ്ങാമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റുകൾ രാത്രി 12 മണിയായാലും വർക്ക് ചെയ്യണം. എന്നാൽ ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യൻസിനും ബാറ്റ അനുസരിച്ച് 1 ബാറ്റ 2 ബാറ്റ 3-ാമത്തെ ബാറ്റയിലൊക്കെ കിടക്കും. എന്നാൽ ആർട്ടിസ്റ്റുകൾ രാവിലെ 6 മണിക്ക് വന്നാൽ അവർ രാത്രി 12 മണിയായാലും ഒരൊറ്റ ഇതേ ഉള്ളൂ. പിന്നെ അവർക്ക് അസൗകര്യങ്ങൾ കാരണം ഒരു മാസമായിട്ട് ഇത് വരുന്ന ഒരു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെച്ചാൽ ഈ 6 മണി മുതൽ രാത്രി 12 മണി വരെയൊക്കെ ആകുമ്പോൾ ശരി, നമ്മള് ഉള്ള വീടുകളിൽ നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ വന്നപ്പോ ഒരു സംഘടന, ടിവിക്ക് വേണ്ടി ഒരു സംഘടന, ചെറിയ ഫ്രെയിമിന് വേണ്ടി എന്ന് വെച്ചാണ് ഗണേഷ് കുമാറും മറ്റാൾക്കാരും അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നത്. ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു സംഘടന വേറെ ഇല്ല. പല പല സംഘടനകൾ, എത്രയോ സംഘടനകളുണ്ട് ഇവിടെ, എല്ലാ ഇതിലും എല്ലാ മേഖലയിലുള്ള. പക്ഷെ എന്നാൽ പോലും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഇത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു സംഘടന, അംഗങ്ങളുടെ വളരെ വലിയൊരു 500 അതിൽ മേലെയുണ്ട് ആൾക്കാർ. അത്രയൊന്നും എനിക്ക് കറക്റ്റ് പറയാനില്ല. പക്ഷെ അത്രയ്ക്ക് അധികം ആളുകളുള്ള, ആർട്ടിസ്റ്റുകളുള്ള ഒരു സംഘടനയായിട്ട് ഇത് വളർന്നു വന്നു. അപ്പം ആ സംഘടനയിലുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും
നമ്മൾ ആളെ മാത്രം കൂട്ടി വെച്ചാൽ പോരല്ലോ. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ചിന്തകളിൽ നിന്ന് ഉടലെടുത്തതാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളും ഇതുപോലത്തെ പ്രോഗ്രാമുകളും ഷോകളും ഒക്കെ നടത്തി കിട്ടുന്ന ആ ഒരു പൈസ സമാഹരിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ട, ഇപ്പൊ തന്നെ 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപ ഞാനൊരു പേഴ്സണൽ ഇൻഷുറൻസ് തന്നെയാണ്. ഇനിയിപ്പോ എനിക്ക് പേഴ്സണൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ 2.5 ലക്ഷം രൂപ ഞാൻ ചെലവ് ചെയ്താൽ മതി. ബാക്കി വരുന്ന 15 ലക്ഷോളം രൂപ ആത്മാ അസോസിയേഷന്റെ ഇൻഷുറൻസ് നമുക്ക് തരും. പറഞ്ഞു മനസ്സിലായോ? അതൊരു വലിയൊരു ഇതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് ഇൻഷുറൻസ്, പക്ഷെ അത്രയ്ക്ക് വലുതെടുക്കുമ്പോൾ നമുക്ക് പലർക്കും അത് പറ്റാതെ വരും. അവിടെയാണ് ഈ ഒരു ഇൻഷുറൻസ് കൊണ്ട് സാധാരണക്കാർക്കുള്ള ഗുണം വരുന്നത്. ഓക്കെ ചേച്ചി, ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് കണ്ണൂര് തെയ്യം, കുട്ടിക്കാലത്ത് പോയ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മള് കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കുകയെന്നുണ്ടെങ്കിൽ ചേച്ചി ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കത്തില്ലേ? അതൊന്ന് ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എന്റെ പൊന്നുമോളെ, അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത, അതായത് ഞാന് നാടകം ഒന്ന് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു 12 വയസ്സിൽ. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തിരുവാതിര കളിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ 13 വയസ്സിനുള്ളിലാണ്, അതിലപ്പുറം ഒന്നുമില്ല. പെട്ടെന്നൊരു കല്യാണമായിരുന്നു, അതിനുശേഷം 2 മക്കൾ. അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുന്നു. അപ്പോഴും പറയാൻ പറ്റാത്തത്ര ചെറിയ പ്രായം, 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. പിന്നെ ജീവിതം, പോരാട്ടം. അതിൽ ഞാൻ ചെന്നൈയിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, ബ്യൂട്ടി പാർലറിൽ നിന്ന് തന്നെ പറയാം, അവിടെ വന്ന് എന്നെ ഒരു ഡയറക്ടർ വേറൊരു കുട്ടിയും കൊണ്ട് വന്നതാണ് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പം നമ്മളെ മെലിഞ്ഞു കൊലുന്നല ഇരിക്കുന്ന എന്നെ കണ്ടപ്പോൾ ക്ഷണിക്കുന്നു. അങ്ങനെ അതായത് നമുക്ക് ക്യാമറ കണ്ടാൽ ഞാൻ വിറക്കും. എനിക്കറിയില്ല, ഞാൻ കൈയെടുത്ത് പറയണം എനിക്കറിയില്ല. പക്ഷെ അവർ പറയുന്നു ആരും അറിഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. മാക്സിമം അന്ന് എന്ന് പറഞ്ഞാൽ മത്സരമില്ല. ആ കാലത്താണ് ഞാൻ വരുന്നത്. 87, 88 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മത്സരമില്ല. രൂപഭംഗിയുള്ള, കുറച്ച് പൊക്കമുള്ള, കണ്ണോ മൂക്കോ ഒക്കെ കുറച്ച് നന്നായിട്ട് വിടർന്നിരുന്നാൽ പിന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും. ഇന്നത്തെ പോലെ നമ്മൾ ഒരിതിൽ അത് പിന്നെ ഇതിൽ നെഗറ്റീവില് എടുക്കുന്നതെന്ന് ഓർക്കണം. ഇതൊന്ന് ഓടിക്കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. എന്നിട്ട് പോലും ക്ഷമയോടെ പല ആർട്ടിസ്റ്റുകളെയും ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളാക്കാൻ അന്ന് അത്രയ്ക്ക് നല്ല സംവിധായകരും പ്രൊഡ്യൂസർമാരും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു പ്രൊഡ്യൂസർ വരുവാണെങ്കിലും ഡയറക്ടർ വരുവാണെങ്കിലും ഒരു നടനോ നടിയോ വന്നാൽ ആദ്യം അവരുടെ ഡിമാൻഡ് എത്ര ലക്ഷം തരുമെന്നാണ്. ആ പടങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. യഥാർത്ഥമായിട്ടുള്ള ഒരു കലയുമായിട്ട് അങ്ങേ അറ്റം എഴഞ്ഞു പോയിരിക്കുന്ന ഒരു ഡയറക്ടർക്ക് മാത്രമേ, ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് മാത്രമേ ഒരു കലാകാരനെ, ഒരു സൂപ്പർ സ്റ്റാറിനെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇവർക്കറിയില്ല. വെള്ളി വെളിച്ചത്തിൽ വരണം എന്നുള്ള മോഹത്തിൽ ലക്ഷങ്ങൾ പോയവർ, ആത്മഹത്യ ചെയ്തവർ, എൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പൈസ കൊടുത്ത് അഭിനയിച്ച്, ഞാൻ അടുത്ത കാലത്ത് അതിൻ്റെ ഡയറക്ടറെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ആ മോൻ എവിടെയാണ്? ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. അവന് ഭാര്യയുണ്ട്, ഒരു കൈക്കുഞ്ഞുണ്ടെന്ന് ഓർക്കണം. സിനിമയ്ക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലോട്ട് ആ ചിത്രം മാറിയിട്ടില്ല. അവിടെയാണ് അവന് നിരാശനായി പോയി ആത്മഹത്യ ചെയ്തത്.